ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ഗംഗയുടെ റൂമിലുണ്ടായിരുന്ന ഗൗരി മഹി അവിടെ നിന്ന് പോയതിനു ശേഷം ഗംഗയോട് വീണ്ടും സംസാരിക്കുന്നു. ഗംഗ ഭയപ്പെടേണ്ട, ഇത് ഞാനാ ഗൗരി. അത് കേട്ടതും ഗംഗ ഗൗരിയെ തിരിച്ചറിയുകയും ഭയമില്ലാതെ തന്നെ ഗൗരിയോട് സംസാരിക്കാനും തയ്യാറാകുന്നു. ഗംഗ തന്നോട് സംസാരിക്കുന്നതിന്റെ സന്തോഷം ഗൗരി ഗംഗയോട് പറയുന്നു. അതോടൊപ്പം തന്നെ ഗംഗയോട് ഗൗരി പറഞ്ഞു, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം ഈ വീട്ടിൽ മറ്റാരും അറിയരുതെന്നും, അതോടൊപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരുടെയും ജാതകവുമായിട്ട് ഗംഗ മറ്റൊരു ജ്യോത്സ്യനരികിൽ ചെന്ന് നോക്കണമെന്നും ഗൗരി ആവശ്യപ്പെട്ടു. അത് അതേപടി അനുസരിച്ചുകൊണ്ട് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഗംഗ ആ ജാതകങ്ങളുമായി മറ്റൊരു ജ്യോത്സ്യന്റെ അരികിലേക്ക് എത്തുന്നു. അദ്ദേഹം അവരുടെ ജാതകങ്ങൾ തമ്മിൽ നോക്കി 10ൽ 10 പൊരുത്തമുണ്ടെന്നും നിങ്ങൾ ഈ രണ്ട് ജാതകക്കാർക്കും നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണുള്ളത് എന്നും ആ ജ്യോത്സ്യൻ അറിയിക്കുന്നു. അത് കേട്ടതോടെ സന്തോഷത്തോടെ മടങ്ങി ഗംഗ കൈലാസത്തിലേക്ക് എത്തുന്നു. ഈ നിമിഷം ഗംഗ എവിടെ പോയെന്നറിയാതെ ആശങ്കപ്പെട്ടിരുന്ന ദേവയാനിയും രാഹുലും ഗംഗ വന്നു കയറിയതോടെ ദേവയാനി ഗംഗയെ ചോദ്യം ചെയ്യുന്നു. എവിടെ പോയതായിരുന്നു എന്നുള്ള ദേവയാനിയുടെ ചോദ്യം കേട്ട് കടയിൽ പോയതായിരുന്നുവെന്നും, എന്താ കടയിൽ പോയിക്കൂടായിരുന്നോ എന്ന് അതേ ഗൗരവത്തിൽ തന്നെ ഗംഗ തിരിച്ചു ചോദിക്കുന്നത് കേട്ട് സ്തംഭിച്ചു നിൽക്കുന്നു ദേവയാനിയും രാഹുലും.